ഹായ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് കേട്ടോ. ഒരു കേരള സ്റ്റൈൽ നാടൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ട പച്ചക്കറികളാണ് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളിരിക്കയാണ്. ഒരു 1/2 കിലോയിൽ താഴെയുള്ളൂ കേട്ടോ അത്. പിന്നെ ക്യാരറ്റ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു 6-7 കോവയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക, ഒരു 2 പച്ചമുളക്. നമുക്ക് എല്ലാ പച്ചക്കറികളും ഇടാം കേട്ടോ, കയ്പ്പയ്ക്ക ഒഴികെ. ഞാൻ കയ്പ്പയ്ക്ക ഇടാറില്ല. വഴുതനങ്ങ, കൊത്തവരയ്ക്ക, വാഴയ്ക്ക, നേന്ത്രവാഴയ്ക്കയാണ് കേട്ടോ. അങ്ങനെ എല്ലാ വെണ്ടയ്ക്കയും ഇടറില്ല കേട്ടോ. ബാക്കി എല്ലാ പച്ചക്കറികളും ഇതിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. എല്ലാ പച്ചക്കറികളും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ എല്ലാ പച്ചക്കറികളും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ ഉപ്പിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത്രയും കുറച്ച് വെള്ളം മതിയാവുക. ഒരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം മതിയാവും. നമുക്കിതൊന്ന് വേവിക്കാം. നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിനുള്ളത് എടുക്കാം. തേങ്ങ എല്ലാം എടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊന്ന് കഷ്ണമാക്കി ചെറുതാക്കിയിട്ട് വരാം. നമ്മൾക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ പാലക്കാടൻ രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങളുടെ സൈഡിലൊക്കെ എങ്ങനെയാണ് അവിയൽ വെക്കുക എന്നൊന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇത് നമ്മളുടെ തൃശ്ശൂർ ഭാഗം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറെ രീതിയിലാണ് വെക്കുന്നത്. നമ്മൾക്ക് തേങ്ങയിലോട്ട് ഒരു 5-6 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ, കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത്തിരി തൈര് ഒഴിക്കണം കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് മതി. വെള്ളം ചേർക്കാതെ അരയ്ക്കണേ, നമ്മൾ തൈര് ചേർത്ത് തന്നെ അരയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവിയലിൽ വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു ഗ്ലാസ്സിന് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം ചേർത്തിട്ട് അരച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് സ്റ്റൗവിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ആ 1 ഗ്ലാസ് തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പുളിപ്പ് അനുസരിച്ചിട്ട് തൈര് ചേർക്കാം. പുളിപ്പ് കുറേശ്ശെ ചേർത്തിട്ട് നോക്കിയിട്ട് അരച്ചാൽ മതി. നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വേവട്ടെ, തിളയ്ക്കട്ടെ. ഒന്ന് എല്ലാവർക്കും അറിയാമായിരിക്കാം അവിയൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്ത് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിങ്ങനെ അടച്ച് വയ്ക്കാം കേട്ടോ. ഇങ്ങനെ മൂടി വയ്ക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. നമ്മൾ ഇനി സെർവ് ചെയ്യുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെല്ലൈക്കൻ ചെയ്യണേ. അപ്പോഴാണ് ബെല്ലൈക്കൻ ചെയ്യുമ്പോഴാട്ടോ നമുക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബൈ. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ.